നാട് കണ്ട് നാടിനിറഞ്ഞ് നാട്ടുവണ്ടി യാത്ര തുടരുകയാണ്. മനുഷ്യന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും ചേർന്നൊരുക്കുന്ന പദ്ധതികൾ കാണേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ യാത്ര തുടരുമ്പോൾ പേടകം പഞ്ചായത്തിലെ ജയപുരം എന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. എന്റെ കൂടെ ഒരു കൊച്ചു മിടുക്കനും കൂടിയാണ് കേട്ടോ. എന്താ പേര് മോന്റെ? സൗരവ്. അപ്പോൾ സൗരവിന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. സൗരവ് ഗംഗുലി ഇഷ്ടമാണോ? അതുകൊണ്ടാണ് അച്ഛൻ സൗരവ് എന്ന് പേരിട്ട്? അറിയത്തില്ല. അപ്പോൾ ഈ സൗരവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനൊരു കാരണമുണ്ട്. സൗരവിന്റെ വീട്ടിൽ നമ്മളെ കാത്തൊരു രസകരമായ കാഴ്ചയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രാദേശികമായ ഭരണകൂടങ്ങൾ, പഞ്ചായത്തുകളൊക്കെ ആശയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ ഒരുപാട് സാധ്യതകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത്തരത്തിൽ കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക, ഒപ്പം തന്നെ അവർക്ക് സഹജീവി സ്നേഹം വളർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ലക്ഷ്യങ്ങളോടുകൂടി പേടകം പഞ്ചായത്ത് നടപ്പിൽ വരുത്തിയ ആട് ഗ്രാമം പദ്ധതിയുടെ വിവരങ്ങൾ പറയാനാണ് സൗരവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നത്. അവിടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ ആടിനെ നൽകുക. ആദ്യം മുന്നാട് സ്കൂളിലായിരുന്നു തുടങ്ങിയത്. പിന്നീട് അത് 3 സ്കൂളുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 120ഓളം കുട്ടികളുടെ കൈകളിൽ ആടുണ്ട്. ഈ നാട് മുഴുവൻ ഒരു ആട് ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ 4 ആടുകൾ ഇവിടെ നിൽക്കുകയാണ്. ഇതെല്ലാം സൗരവിന്റെ അല്ലേ? ഇഷ്ടമാണ് ഇതിനൊക്കെ? തീറ്റയൊക്കെ കൊടുക്കാറുണ്ടോ? അച്ഛനും അമ്മയും കൊടുക്കാറുണ്ടോ തീറ്റയൊക്കെ? ഇത് സൗരവ് മാത്രമല്ല, സൗരവിന്റെ അച്ഛനും അമ്മയും ഒപ്പം തന്നെ മാഷുമാരും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ പദ്ധതിയുടെ വിശേഷങ്ങൾ അവരോടുകൂടി ചോദിച്ചറിയാം. ഈ നാട്ടിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് ആ രീതിയിൽ പരിശോധിക്കാം. മാഷ നമസ്കാരം. മുന്നാട് സ്കൂളിലല്ലേ? ഈ ആട് ഗ്രാമം പദ്ധതി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. എങ്ങനെയുണ്ട് ഈ പദ്ധതി ഇപ്പോൾ നാട്ടിൽ? നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 2015 ആരംഭിച്ചൊരു പദ്ധതിയാണ്. പേടക പഞ്ചായത്തിൻ്റെ കീഴിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഈ പദ്ധതി ആരംഭിക്കുന്നത്. പഠനത്തിൽ മികച്ചു നിൽക്കുന്നതും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികളെയാണ് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ ഇതിന് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം തന്നെ അവർക്ക് സഹജീവി സ്നേഹം വളർത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ്? ഒരു കുട്ടിക്ക് കൊടുക്കും, അതിനുശേഷം ആ ആട് പ്രസവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പെണ്ണാടിനെ മറ്റൊരു കുട്ടിക്ക് കൊടുക്കും, അങ്ങനെ കൈമാറി? അങ്ങനെയാണ്. ഒരു കുട്ടിക്ക് കൊടുക്കും, അത് പ്രസവിച്ച് കഴിഞ്ഞ് അതൊരു 3-4 മാസം അവർ വളർത്തും. അതിനുശേഷമാണ് ഒറ്റയ്ക്കൊരു ആടിന് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത് മറ്റൊരു കുട്ടിക്ക് മാറ്റി കൊടുക്കുന്നത്. അതൊരു ചെയിനാണല്ലേ? ചെയിനായിട്ട് പോവുകയാണ്. ഇപ്പോൾ എത്ര കുട്ടികളുണ്ടാവും ഇത്ര ആടുകളുള്ള? ഒരു 122ഓളം കുട്ടികൾക്ക് ഇപ്പൊ ഇത് വിതരണം ചെയ്ത് കഴിഞ്ഞു. 3 സ്കൂളുകളല്ലേ? 3 സ്കൂളുകൾ. നമ്മുടെ സ്കൂളിൽ തന്നെ 122. മൂന്നാട് മാത്രം 122. പിന്നെ വേറെ സ്കൂളുകളിലായി? പിന്നെ ഇപ്പോ കുണ്ടംകുഴി സ്കൂളിൽ, അതുപോലെ തന്നെ കൊളത്തൂർ സ്കൂളിലും ഈ പദ്ധതി നടപ്പിലാക്കി വിജയകരമായി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ സംഖ്യ ഒരു 200-ന് മുകളിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. നോക്കൂ, ഏതൊക്കെ രീതിയിലാണ് പുതിയ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരുന്നത്, അതിനെ പുതിയ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നത് എന്നതിൻ്റെ ഒരു മനോഹരമായ ഒരു ഉദാഹരണം കൂടിയാണ്. സൗരവിന്റെ അച്ഛൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. സൗരവ് വഴി വീട്ടിലേക്ക് കിട്ടിയ ആദ്യ സമ്മാനമാണല്ലേ? എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ടോ? പ്രശ്നമില്ല. അത് ഒന്നിനെ വാങ്ങിച്ചു. അല്ല, ഒന്ന് മാഷ് വന്നു, പിന്നെ വേറെ ഒന്നിനെ കൂടി വാങ്ങിച്ചു. ഇപ്പോൾ 4 നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ പുതിയ കൂടൊക്കെ പണിത് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നതോടൊപ്പം തന്നെ അവരിലൊരു സമ്പാദ്യശീലം വളർത്തുന്നു. അത് കുടുംബത്തിന് ഉപകാരമായി മാറുന്ന ഒരു ഏറ്റവും നല്ല കാഴ്ച നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് ഈ നാട്ടുവണ്ടിയുടെ ഈ യാത്ര. ഏതായാലും ഈ മനോഹരമായ കാഴ്ച കണ്ട് നമുക്ക് ഇവിടുന്ന് പോയാലോ? അപ്പോൾ നമുക്കിനി അടുത്ത ഇടത്തിലേക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാനായി യാത്ര ചെയ്യാം. അപ്പോൾ നാട്ടുവണ്ടിയുടെ യാത്ര ഇനിയും തുടരും.